ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് അപ്പാണി പറയുന്നുണ്ട്, ബിഗ് ബോസ് ഞങ്ങൾ ഒന്നായി കേട്ടോ എന്നുള്ള രീതിയിൽ മസ്താനീനെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആര്യൻ പറയുന്നുണ്ട്, അപ്പാണി പോയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സന്തോഷം മസ്താനി കാണിച്ചു, മസ്താനി പോയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സന്തോഷം ഞാനും കാണിച്ചു. അത് മാത്രമേ ഉള്ളൂ ബിഗ് ബോസ്, ഇത് പാർട്ട് ഓഫ് ദ ഗെയിമാണ്. അത് ബിഗ് ബോസും ജനങ്ങളും മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളെല്ലാം ഒരു ഫാമിലിയാണ്. അതേപോലെ തന്നെ അക്ബറിന് പറ്റുവാണെങ്കിൽ ഒരു കപ്പും കൂടെ കൊടുത്തേക്ക് എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർ ഇതെല്ലാം മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. പുറത്തിറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മസ്താനി നീ എന്നെ വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പണി പറയുന്നുണ്ട്. ഓക്കെ, വിളിച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ എന്തായാലും ഫോണൊന്നും എടുക്കാൻ പോകുന്നില്ല, ഓക്കെ അങ്ങനെ എൻ്റെ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ കളിയാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൻ്റെ ഒരു പരാജയം എന്ന് പറയുന്നത് ഒരു കോമഡറിനെ ഈ ഒരു ലെവൽ വരെ എത്തിച്ചതാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഷാരിക പറയുന്നത്. കാരണം അങ്ങനെ ഒരു സപ്പോർട്ട് ഓൾറെഡി അങ്ങനെ ഒരു കോമഡറിന് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ അനീഷിനെ മാത്രം ഒറ്റപ്പെടുത്തലാണ് എന്നുള്ളൊരു ഗെയിം ആദ്യം തൊട്ടേ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നെഗ്ലക്റ്റ് ചെയ്ത് വിടേണ്ടത് നമ്മുടെ ഒരു കഴിവായിരുന്നു. പക്ഷേങ്കിൽ അത് നമ്മുടെ ഒരു കഴിവുകേടായിട്ട് മനസ്സിലാക്കണം. ഞാനത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അനീഷിൻ്റെ ഒരു 38ാമത്തെ ദിവസം തന്നെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പോലും ഉള്ളൊരു കഴിവുണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും അനീഷിനെ അവഗണിക്കേണ്ടതായിരുന്നു നമ്മൾ ചെയ്യേണ്ട കാര്യം, അതല്ലാതെ ഒറ്റപ്പെടുത്തേണ്ടതല്ലായിരുന്നു. അതാണ് നമുക്ക് പറ്റിയിട്ടുള്ള ഒരു വലിയ മിസ്റ്റേക്ക് എന്നുള്ള കാര്യങ്ങളും ഇവിടെ നമ്മുടെ ഷാരിക സംസാരിക്കുന്നുണ്ടായിരുന്നു.